സൂപ്പർ ഫാസ്റ്റാണ് അദ്ദേഹം. ഫാസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഈ റോഡിൻ്റെ ഇവിടം തിരിഞ്ഞ്, അതായത് റോഡിൻ്റെ അദ്ദേഹം ഇടത് സൈഡ് തിരിഞ്ഞ് ക്രോസ് ചെയ്ത് കയറുകയാണ്. അവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അതായത് ആധാരമെഴുത്ത് ഓഫീസിൽ നിന്നും അവിടെ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് അവിടെ ആസിഡൊക്കെ വിൽക്കുന്നുണ്ട്, അതൊക്കെ വിൽക്കുന്നു. അവിടുന്ന് സാധനം വാങ്ങി നേരെ ഇവിടെ വന്നിട്ട് അദ്ദേഹം കലയപുരത്തിന് പോകാനായിട്ട് വന്നതാണ്. റോഡിൻ്റെ ഇടത് സൈഡിലെ മധ്യഭാഗത്ത് വെച്ച് ആണ്, ഇടത് സൈഡ് മധ്യഭാഗമല്ല, അതിനിപ്പുറത്ത് വെച്ചാണ് സൂപ്പർ ഫാസ്റ്റ് വന്നിട്ട് അദ്ദേഹത്തെ ഇടിച്ച്, അവിടെ നിന്ന് ഇടിച്ച് തിരിച്ചു പോയി. ആ വണ്ടി അവിടെ നിന്ന് ഒരു 30 മീറ്റർ ദൂരത്തിൽ ഇവിടെ വന്ന് കിടന്നു ആണ്. വളരെ സീരിയസ് ആയി, ബ്ലഡൊക്കെ ഇവിടെ കിടക്കുകയാണ്. വളരെ സീരിയസ് ആയി, ആ സ്പോട്ടിൽ വളരെ സീരിയസ് ആയിട്ടാണ് കൊട്ടാരക്കര കൊണ്ടുപോയത്. ഔദ്യോഗികമായിട്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ കൂടിയും വളരെ സീരിയസ് ആയ നിലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കർവ് നമ്മൾ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും ഇടയിൽ ഇതേപോലെ കർവുകൾ വളരെയധികം കൂടുതലാണ്. കുളക്കട ആക്സിഡൻറ്റ് സ്ഥിരമാണ്, കലയവൃത്ത ആക്സിഡൻറ്റ് സ്ഥിരമാണ്. CSI ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വളരെ കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ട്. ഇവിടെ 3 വിദേശികൾ വന്ന സമയത്ത് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അവർ മരിച്ചുപോയ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ അപകടം പിടിച്ച പ്രദേശത്തെ സംബന്ധിച്ച് പല പ്രാവശ്യം KSDPക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു. അതേപോലെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഏനാത്ത് മുതൽ വാളകം വരെയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മൾ നടത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധം പോലും നടത്തിയിരുന്നു. പക്ഷേ ഈ പ്രദേശത്ത് ഇപ്പോഴും ആക്സിഡൻറ്റ് വളരെ കൂടുതലാണ്. ഇതിന് യാതൊരു പരിഹാരവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആളുകളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. വളരെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിനെ അധികൃതർ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് ആണ് നമുക്ക് പറയുവാനുള്ളത്. അപകടത്തിൽപ്പെട്ട ഇഞ്ചക്കാട്ട് സ്വദേശിയാണ്. വിശദമായ അഡ്രസ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വയ്യ.